ഈ നാട്ടിൽ നിന്നും ജയിച്ചു പോയിട്ടുള്ള പാർലമെന്റ് അംഗങ്ങളും ഈ ഭേദഗതി നിയമം അവതരിപ്പിച്ചപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ഇത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഞാൻ ഒന്ന് പറയുന്നു, ഇന്ന് ഈ ബാനറിന്റെ പുറകിൽ നിൽക്കുന്നവരിൽ 99% ന്യൂനപക്ഷങ്ങളിൽപ്പെടുന്ന വ്യക്തികളാണ്. ആ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വഖഫ് ബോർഡിന്റെ കടന്നുകയറ്റത്തെയും വഖഫ് ബോർഡിന്റെ ക്രൂരതകൾക്കുമെതിരായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സമരം സംഘടിപ്പിക്കപ്പെടുന്നത്. മുൻപത്തെ വിഷയത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. 1902 തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നും സേട്ടു ലീസിനായി സേട്ടുവിന് ഈ വസ്തു ദാനം നൽകി. 1948 ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം സേട്ടുവിന്റെ പിന്മുറക്കാർ ഇത് ആധാരം എഴുതി കൈവശപ്പെടുത്തി. 1951 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇത് ഫാറൂഖ് കോളേജിന് സേട്ടുവിന്റെ പിന്മുറക്കാർ നൽകിക്കൊണ്ട് അവർ ആധാരത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഭൂമി ഉപയോഗപ്പെടുത്തിയാൽ ഈ ഭൂമി തിരികെ അവരുടെ പിന്മുറക്കാരിൽ വന്നു ചേരും. അതിനുശേഷം 1962 മുതൽ ഫാറൂഖ് കോളേജ് അവിടെ 3 പതിറ്റാണ്ട് കാലമായി 3 തലമുറയായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന മുനമ്പ നിവാസികൾക്ക് നേരെ ഫാറൂഖ് കോളേജ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി കേസുമായി രംഗത്തെത്തി. 62 മുതൽ 87 വരെ നീണ്ടുനിന്ന കേസിനൊടുവിൽ മുനമ്പം നിവാസികളായ വ്യക്തികൾക്ക് ആ കേസിൽ പരാജയപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. 1987 ജനപ്രതിനിധികളും അതുപോലെ വിവിധ സാമൂഹിക സാമുദായിക സംഘടനകളും ലത്തീൻ രൂപതയും ഉൾപ്പെടെയുള്ള വലിയ ഇടപെടൽ നടത്തിയതിനു ശേഷം 87 മുതൽ 91 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ വസ്തു മുനമ്പ നിവാസികളായ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ടവർ അന്ന് ഭൂമിക്കുള്ളതിന്റെ ഇരട്ടി വില നൽകി അവിടെ ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ വസ്തുവാണ് ഇന്ന് വഖഫ് ബോർഡ് അവരുടേതാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ഈ സാധാരണക്കാര് ഇവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുടെ പടിവാദത്തിൽ നിൽക്കുന്നത്. ഇവിടെ 2 വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പണം കൊടുത്തു വാങ്ങിയ വസ്തുവിൽ നിന്നും ഇറങ്ങിപ്പോണ്ട ഗതികേടുള്ള ഒരു ജനത. 2, ആ ജനതയെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനപ്രതിനിധികൾ ഇവിടെ വന്ന് ഇവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ വോട്ട് വാങ്ങി ഡൽഹിയിലെത്തി ഇവർക്കെതിരെ ആര് നിൽക്കുന്നു, ഇവർക്കെതിരെ ഏത് നിയമം നിൽക്കുന്നു, ആ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് രണ്ടാമത് നിൽക്കുന്നു. ഇവിടെ ഈ നിയമത്തെ, ഈ വഖഫ് ഭേദഗതി നിയമം എന്തുമാത്രം ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് ഏറ്റവും കൃത്യമായി പറയുന്ന, ഏറ്റവും കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു വിഷയമായി മുനമ്പം മാറിയിരിക്കുന്നു. ഇതില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മുനമ്പത്തുനിന്ന് വന്ന ഈ ചേച്ചിമാരോട് പറയായിരുന്നു, നിങ്ങളുടെ വിഷയം ഈ രാജ്യത്തിന് തന്നെ ഒരു നന്മയുടെ കാരണമായി മാറുകയാണ്. ഇവിടെ BJP കൊണ്ടുവരുന്ന ഏത് നിയമത്തെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കാലാകാലങ്ങളായി കോൺഗ്രസിനോട് ചേർത്ത് നിർത്താൻ, ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തുവാൻ കാലാകാലങ്ങളായി ഇവർ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അതിന് ദൈവം കൊടുത്ത തിരിച്ചടിയുമാണ് ഇന്ന് ഈ വിഷയം ഇത്രയും സംഘർഷപൂരിതമായി, ഇത്രയും വലിയ വിഷയമായി ജനങ്ങളുടെ മുമ്പിൽ വന്നത്. ഈ മുനമ്പം വിഷയം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവരോട് സൂചിപ്പിച്ചു, ഒരുപക്ഷെ ഈ നിയമത്തെയും വഖഫ് ഭേദഗതി നിയമത്തെയും ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമത്തെയും ഈ കാട്ടാളന്മാർ, ഈ കള്ളന്മാർ ഈ രാജ്യത്ത് ഒരു തെറ്റായ നിയമമായി ചിത്രീകരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു കാര്യം മുനമ്പ നിവാസികൾക്ക് ഉറപ്പ് പറയുന്നു, അത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാർലമെന്റ് അംഗം പറഞ്ഞ ഉറപ്പല്ല. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണെങ്കിൽ ഒരു ശക്തിക്കും മുനമ്പത്തിന്റെ മണ്ണിൽ നിന്നും നിങ്ങളെ എങ്ങോട്ടും പറഞ്ഞു വിടാൻ കഴിയില്ല.
അതിന് നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിൽ നിന്ന് വാഗ്ദാനം വേണ്ട. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ നിങ്ങളെ ആരും കുടിയൊഴിപ്പിക്കില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി വരുന്ന 3 മാസത്തിനുള്ളിൽ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കും. അങ്ങനെ വഖഫ് ഭേദഗതി നിയമം പാസാക്കുമ്പോ അന്തസ്സായിട്ട് അഭിമാനത്തോടുകൂടി ആരുടെയും ഓച്ചാരമില്ലാതെ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി വിൽക്കാനും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ബാങ്ക് ലോൺ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുന്ന രീതിയിൽ വഖഫ് നിയമത്തെ പൊളിച്ചെഴുതി ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ഉദ്ദേശത്തോടുകൂടി 2013 ഉൾപ്പെടെ ഭേദഗതി ചെയ്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തെ നരേന്ദ്രമോദി സർക്കാർ അത് ഭേദഗതി ചെയ്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരും. അത് നരേന്ദ്രമോദിയുടെയും BJP-യുടെയും വാക്കാണ്.